ആയൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഈ കൃപാസനം ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ അനിയത്തിയുടെ ഒരു കൂട്ടുകാരി വഴിയാണ്. അന്ന് ഇവിടെ നമുക്ക് കൊറോണയൊക്കെ ഉള്ള സമയമായിരുന്നു. അന്ന് തീർത്ഥാടന ഉടമ്പടിയൊന്നുമില്ല. നമ്മളിവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചൊക്കെ പോയി. പിന്നെ 2022 സെപ്റ്റംബർ മാസത്തിലാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടിയിൽ ഒട്ടനവധി നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു നിയോഗമായിരുന്നു എൻ്റെ ചേട്ടന് ഗൾഫിൽ പോകണം എന്നുള്ളത്. 10-14 വർഷം കൊണ്ട് എൻ്റെ ചേട്ടൻ ഗൾഫിലായിരുന്നു. കൊറോണ സമയത്ത് നാട്ടിൽ അവധിക്ക് വന്നതാണ്. പിന്നെ അങ്ങോട്ട് അവരുടെ കമ്പനി മാറിയത് കാരണം അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. ബാക്കിയുള്ള നിയോഗങ്ങൾക്കൊക്കെ അമ്മ ഉത്തരം തന്നിട്ടുണ്ട്. ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞു ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു മാസം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ എൻ്റെ ചേട്ടന് ഗൾഫിൽ പോകാൻ ചേട്ടൻ്റെ ഒരു അറബി കൂട്ടുകാരനാണ് വിളിച്ചു പറയുന്നത്. ചേട്ടൻ ഇവിടെ സബ് സ്റ്റേഷനിലാണ് ജോലി. അപ്പം ചേട്ടനോട് ചോദിച്ചതാ അവിടെ ഒരു അറബിക്ക് പിന്നെ സർവീറ്റേഷൻ ഉണ്ട്, പുള്ളിക്കാരൻ ഇപ്പം നടത്താൻ തീരുമാനിച്ചിട്ടില്ല, നിനക്ക് നടത്താൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങോട്ട് വരാം. അപ്പം ചേട്ടൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അപ്പോൾ അവിടെ പണിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള പണിയൊക്കെ ഉണ്ട്, നിനക്ക് കൃത്യമായിട്ട് മാസം വീട്ടിലെത്തിക്കാനും അവിടുത്തെ അറബിയുടെ പൈസയും വാടകയൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് ഒരു തരക്കേടില്ലാത്ത ശമ്പളം നിനക്ക് നാട്ടിലെത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അറബി പറഞ്ഞത്. അപ്പോൾ അത് ഓക്കെ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ അവിടെ ഗൾഫിലെത്തി. 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ആ എഗ്രിമെൻറ്റ്, കാരണം അറബിയിൽ നിന്ന് ചേട്ടനിലേക്ക് ആ സർവീറ്റേഷൻ എത്തുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാമെന്നുള്ളൊരു ധാരണയിലായി. അപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് നമുക്ക് അവിടെ ആദ്യം നിന്ന സ്ഥലത്തല്ല ചേട്ടൻ പോയത്. അപ്പോൾ ആ പ്രദേശവും ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി ഒക്കെ ചെയ്യാമെന്നുള്ള ധാരണയിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് എഗ്രിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 ആഴ്ച ഇപ്പം ചേട്ടന് മനസ്സിലായി അവിടെ നല്ല രീതിയിൽ പണിയൊന്നുമില്ല. ഈ പണിയൊക്കെ കുറഞ്ഞതിൻ്റെ കാരണമാണ് അറബി ആ സർവീറ്റേഷൻ മറ്റാർക്കെങ്കിലും ലീസിന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അന്നേരം തൊട്ടടുത്തുള്ള കടക്കാരും ഒക്കെ പറഞ്ഞു, കുഞ്ഞേ നീ ഇത് എന്തിനാ എടുത്ത്, ഇവിടെ വലിയ പണിയൊന്നുമില്ല, നിനക്ക് അറബിയുടെ പൈസയും വാടകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് വീട്ടിലെത്തിക്കാനുള്ള പൈസ പോലും കിട്ടത്തില്ല, നിനക്ക് വളരെ നഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അറബി വന്നപ്പം ചേട്ടൻ പറഞ്ഞു, ഇതുപോലെ അറബാബ എനിക്ക് ഇത് കൃത്യമായിട്ടുള്ള പണിയൊന്നും കിട്ടുന്നില്ല, കിട്ടുന്ന മുറയ്ക്ക് അറബാബ് പറഞ്ഞ തുകയും വാടക ഇത് കുറച്ച് തരണമെന്ന് പറഞ്ഞു. അറബി ഒരു വിധത്തിലും അത് സമ്മതിച്ചില്ല. അന്നേരം പറഞ്ഞു, നീ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടില്ലാണല്ലോ നാട്ടിൽ വന്നത്, ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ ഉള്ളൂ, എഗ്രിമെൻറ്റിൽ എനിക്ക് സൈൻ ചെയ്യണം, സൈൻ ചെയ്ത് 1 മാസം എൻ്റെ വാടകയോ എനിക്ക് തരാനുള്ള പൈസ എന്തെങ്കിലും മുടക്കിയാൽ അത് മുടക്കി കഴിഞ്ഞാൽ നിന്നെ ജയിലിൽ കയറ്റും, അത് കേസാക്കും എന്നുള്ള ധാരണയിൽ വേണം ഞാൻ എഗ്രിമെൻറ്റ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ചേട്ടനെ അങ്ങ് ഭയപ്പെടുത്തി. ഇത് എന്നെ എടുത്ത് പറഞ്ഞപ്പോഴും എനിക്ക് അതിനേക്കാട്ടി ഭയം. അന്ന് എൻ്റെ ഈ മോന് 3.5-4 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം ഞാനും എൻ്റെ മോനും മാത്രം വീട്ടിൽ. അപ്പോൾ അന്നേരം ഞാൻ വീട്ടിൽ എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആ അറബി പറയുന്നത് ഒരു പക്ഷേ കൃത്യമായിട്ട് പൈസയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എങ്ങനെ ആ കാര്യങ്ങളൊക്കെ അറബിക്ക് പോലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അറബി ഇങ്ങനെയൊക്കെയാണ് എഗ്രിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു ഗൾഫിൽ വിടണമെന്നുള്ളത്, ഇപ്പം ഗൾഫിൽ ചെന്നു, ഇപ്പം ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ, എൻ്റെ ചേട്ടൻ അവിടെ കൃത്യമായിട്ട് പൈസയും ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ കേസായി പിന്നെ ജയിലിൽ അടയ്ക്കും എന്നൊക്കെയുള്ള ധാരണയിലാണ് അറബി പറയുന്നത്. പാസ്പോർട്ടും പൈസയും എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി, ഇനിയിപ്പോൾ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, നീയാണ് എൻ്റെ ചേട്ടനെ ഇവിടുന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ജോലിയും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. അന്ന് ഏത് ഡേറ്റാണെന്നോ ദിവസമാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ രാത്രിയിൽ ഇരുന്ന് കരഞ്ഞു. ഞാൻ ഇവിടുന്ന് തന്ന ഉപ്പ് ഞാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ പടിക്കൽ ഇട്ടിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ നിന്നാണ് എൻ്റെ ഹസ്ബൻഡ് മാതാവ് ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇതേ ഇങ്ങനൊരു ദിവസമുണ്ടെങ്കിൽ എൻ്റെ ചേട്ടനെ ഇവിടെ എത്തിക്കണം, എൻ്റെ പാസ്പോർട്ടോ പിന്നെ ഇങ്ങോട്ട് പ്ലെയിൻ ടിക്കറ്റ് ഇതിനൊന്നും എനിക്കറിയത്തില്ല, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടെ എത്തിച്ച് തരണം, അവിടുത്തെ ജോലിയും കാര്യങ്ങളും എഗ്രിമെൻ്റ് ഒന്ന് സൈൻ ചെയ്യാൻ എൻ്റെ ചേട്ടനെ നിർത്തണ്ട, എത്തിച്ച് തരണം, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ രാത്രി കാലങ്ങളിൽ ഞാൻ ഉപ്പിട്ട് 12 മണിക്ക് 1 മണിക്ക് മുറ്റത്തിരുന്ന് കരയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ പിറ്റേന്ന് എന്നോട് വിളിച്ചു പറയുന്നു, എടി എൻ്റെ വേറൊരു അറബി കൂട്ടുകാരൻ എന്നോട് വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. എന്തിനാണ് വിളിച്ചേ? അന്നേരം ആ അറബി പറയുന്നു, എടാ നീ ഇനി അവിടെ നിൽക്കണ്ട, നിനക്ക് ഞാനൊരു സർവീറ്റേഷൻ പണിയാം, നീ അവിടെ വന്നാൽ മതി. അപ്പം ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അറബാബെ ഞാൻ താണ്ട ഇപ്പം ഇവിടെ ഇന്ന ഒരു സ്ഥലത്ത് നിൽക്കുക, ഇന്ന കാര്യങ്ങളിൽ ഞാൻ പെട്ടുപോയിരിക്കും, ഇപ്പം എന്താ ചെയ്യണ്ടേ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഞാൻ നാട്ടിലെത്തിക്കാം,
നീ ടിക്കറ്റോ ഒന്നുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നാട്ടിലെത്തിക്കാം എന്ന് അറബി പറഞ്ഞു. ഒരു കാരണവശാലും എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ട, നാളെ കാലത്തെ ആകുമ്പോൾ നിൻ്റെ അടുത്ത് ഞാൻ എത്താം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അങ്ങനെ ഒരു അറബി പറയുന്നുണ്ട്, അത് അമ്മ മാതാവാണെങ്കിൽ എൻ്റെ ചേട്ടനെ ഇവിടെ എത്തിച്ചിരിക്കണം. പിറ്റേന്ന് കാലത്ത് ആ അറബി എൻ്റെ ചേട്ടൻ്റെ റൂമിൽ വന്നിട്ട് ചേട്ടനെ കൊണ്ടുപോയ അറബിയോട് സംസാരിച്ചു. അപ്പോൾ പുള്ളിയോടും പറഞ്ഞിട്ട് ആ പുള്ളി ഒരു കാരണവശാലും ചേട്ടനെ വിട്ട് തരത്തിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ തന്നെ നിൽക്കുക. പിന്നെ എനിക്ക് അറിയത്തില്ല, ഏതൊക്കെയോ ഓഫീസുകളിലും കാര്യങ്ങളോ ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. അങ്ങനെ പോയി ഈ അറബി പോലും അറിയാതെ അറബിയുടെ നിന്ന് പാസ്പോർട്ട് ഏതോ ഓഫീസ് മുഖേന മേടിച്ച് ഈ അറബി മേടിച്ച് എൻ്റെ ചേട്ടൻ്റെ കൊടുത്തു. എന്നിട്ട് ഈ അറബി തന്നെ ടിക്കറ്റിനുള്ള പൈസയും കാര്യങ്ങളും എല്ലാം എടുത്ത് എൻ്റെ ചേട്ടനെ ഞാൻ പറഞ്ഞ അതേ ഡേറ്റിന് ടിക്കറ്റുമാക്കി എന്നോട് വിളിച്ചു പറയുന്നു അടുത്ത ആ ദിവസത്തേക്ക് ടിക്കറ്റ്. അന്നേരം ഞാൻ കലണ്ടറിൽ ചെന്ന് നോക്കുമ്പം ഞാൻ പറയുന്ന ഡേറ്റ് അന്ന് രാത്രിയിലാവുമ്പോഴാണ് ഇത് തീരുന്നത്. അങ്ങ് ഓടി വന്ന് ഞാൻ എൻ്റെ അമ്മയോട് നന്ദി പറഞ്ഞു. അമ്മ മാതാവേ, എൻ്റെ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. ആ അറബിയായിട്ട് വന്നതുമൊക്കെ എൻ്റെ അമ്മ മാതാവാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ ചേട്ടൻ നാട്ടിൽ വന്നു. ഞാൻ അന്നേരമല്ല ഇവിടെ വന്ന ഞാൻ പറയാം, അമ്മ മാതാവേ എൻ്റെ ചേട്ടൻ നാട്ടിൽ വന്നു, ഇനി ഗൾഫിൽ പോകാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല, നിൻ്റെ നിയോഗം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. ഇപ്പം എൻ്റെ ചേട്ടൻ ഗൾഫിൽ പോയി 3 മാസമായി. ഈ 14 വർഷവും ചേട്ടൻ നിന്നേക്കാട്ടി നല്ല കമ്പനിയിൽ അതിലും നല്ല ശമ്പളത്തിൽ വർക്ക് ചെയ്യുക. ആദ്യത്തെ സാലറി കിട്ടിയതിൻ്റെ പിറ്റേന്ന് ഞാനിവിടെ വന്നു, എൻ്റെ അമ്മയെ കണ്ടു, ഇപ്പം കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാ കാര്യത്തിലും എൻ്റെ അമ്മ മാതാവ് ഒരിക്കലും ഒരു കാര്യത്തിലും വിഷമഘട്ടത്തിലെല്ലാം എൻ്റെ അമ്മ മാതാവ് കൂടെ നിന്നിട്ടേ ഉള്ളൂ. അമ്മ മാതാവിനും തിരുവുമാനും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് വരുന്നത്. എൻ്റെ അമ്മ മാതാവിനെ കാണണമെന്ന് തോന്നുമ്പം 2 ആഴ്ച 3 ആഴ്ച 1 മാസത്തിൽ അവിടെ നിന്ന് വണ്ടി വിളിച്ച് 10,000-3,500 രൂപയാവും വണ്ടി വിളിച്ച്. അന്നേരം എൻ്റെ അമ്മ മാതാവിനെ കാണാൻ ഓടി വരും. ഇന്നും അതുപോലെ ഓടി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ ടോക്കില്ലെന്ന് പറയുന്നത്, ആ വീട്ടിൽ നിൽക്കുമ്പോൾ 2-3 ആഴ്ച നിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം അമ്മ എങ്ങനെ ഒരിടത്ത് കെട്ടിച്ചു വിട്ടാൽ നമുക്ക് പോയി കാണണമെന്ന് തോന്നുന്നേ, അതുപോലൊരു തോന്നൽ. അന്നേരം ഓടി വന്ന് ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ ഒരു 3-4 ആഴ്ചത്തേക്ക് ഒരു സന്തോഷവും സമാധാനം, മനസ്സിനൊരു ആനന്ദമാണ്. ലൂക്കായുടെ വിശേഷം 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രഗീതം നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഹസ്ബൻഡിൻ്റെ ജോലി മേഖല, ആ ജോലിക്കൊക്കെ ലഭിക്കുന്നതും പിന്നീട് വന്ന കുറേ തടസ്സങ്ങൾ, അതൊക്കെ വ്യക്തമാണ്. നാം അതെല്ലാം കേട്ട കാര്യങ്ങളാണ്. അപ്പോഴത് എങ്ങനെ പിന്നീട് ഹസ്ബൻഡിന് അവിടെ നിന്ന് പോരുവാൻ, അതായത് തനിക്ക് തൻ്റെ രേഖകളും എല്ലാം അവിടെ പിടിച്ചു വെച്ച ഒരു സാഹചര്യത്തിൽ അമ്മയോട് പറയുന്നു, അമ്മയോട് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുക. അമ്മയോടങ്ങ് പറഞ്ഞു, എനിക്ക് ഇന്ന ദിവസം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വരണം. അതായത് ഇതൊക്കെ പറയണമെങ്കിൽ തീർച്ചയായും ആ ഒരു സ്വാതന്ത്ര്യം, അത് ഈ മകൾക്ക് എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത്? തനിക്ക് ഈ ഭൂമിയിൽ തന്നെ സഹായിക്കാനായിട്ട് തൻ്റെ ഹസ്ബൻഡിനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കൊണ്ടുവരുവാനായിട്ട് വേറെ ആരുമില്ല എന്നറിയുന്ന ഈ മകള് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ ദൈവമാതാവ്, അതായത് പിതാവായ ദൈവത്തിൻ്റെ മകളാണ് അമ്മ, പുത്രനായ ദൈവത്തിൻ്റെ മാതാവാണ്, പരിശുദ്ധാത്മാവിൻ്റെ വധുവാണ്. ഈ അമ്മയ്ക്കാണ് സ്ഥലകാലങ്ങളുടെ മേൽ അധികാരം ദൈവപിതാവ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. അങ്ങനെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഇടപെടുകയാണ്. അമ്മയോട് പറഞ്ഞു, അമ്മ ആ കാര്യത്തിന് തീരുമാനമാക്കുന്നു. അത് മറ്റൊരു വ്യക്തിയുടെ രൂപത്തിൽ അമ്മ അവിടെ അവതരിക്കുകയാണ്. ഈശോയോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ്, ഒരു രാത്രി കൊണ്ട് തന്നെ കാര്യങ്ങൾ ക്ലിയർ ആവുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തൻ്റെ ഹസ്ബൻഡ് വീണ്ടും നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലേക്കൊക്കെ ഹസ്ബൻഡ് വരാനും വീണ്ടും നല്ല ജോലി ലഭിക്കാനും ഒക്കെ ഇടയാകുന്നു. അങ്ങനെ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് നിന്ന് ഈ മകള്
തൻ്റെ ദൈവാനുഭവം പങ്കുവയ്ക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.